ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൂത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ടർക്കിഷ് കോഫി, അത് ട്രഡീഷണൽ ആയിട്ട് ടർക്കിഷ് കോഫി എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ആണ് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് സാധാരണയായി ട്രഡീഷണലായിട്ട് ടർക്കിഷ് കോഫി ഉണ്ടാക്കുന്നത് കോപ്പർ ഉപയോഗിച്ചുള്ള പാത്രമാണ്. അത് ചെമ്പ് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ചെമ്പ് പാത്രം ഉപയോഗിക്കാം, അതുപോലെ ഓട്ടു പാത്രം ഉപയോഗിക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഓട്ടു പാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ ഈ കാപ്പി ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ മണൽ ചൂടാക്കി അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി കാപ്പി ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റങ്ങളൊന്നും ആവശ്യമില്ല. നല്ല കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും പച്ചവെള്ളവും കൂടി മാത്രം മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കണക്കാകുന്ന ഒരു വെള്ളം നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കാം. ഈ 1 ഗ്ലാസ് വെള്ളം മതിയാവും. പക്ഷേ നമുക്ക് നമ്മുടെ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് 2 സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ പൊടിച്ച നല്ല കാപ്പിക്കുരു ആയിരിക്കണം. അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല കടുപ്പത്തിൽ കുടിക്കേണ്ട കാപ്പി തന്നെയാണ് നമ്മുടെ ടർക്കിഷ് കോഫി. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുന്നതിന് പ്രത്യേക അളവുകളൊക്കെ ഉണ്ട്. 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മധുരം, 2 ഇട്ടാൽ മീഡിയം, 3 ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് 3 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിത് മധുരം ഇടാതെയും ഈ കാപ്പി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഈ കാപ്പി തിളപ്പിക്കാൻ വേണ്ടി കുറച്ച് മണൽ വേണം. അത് മണൽ ചൂടാക്കണം. അതിന് വേണ്ടി ഒരു ഡിഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ഡിഷിനകത്ത് മണൽ നിറക്കാം. ഞാനിതിപ്പോൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കാൻ പോകുന്നത്. ഇനി മണൽ ചൂടാകാൻ വേണ്ടി നമുക്ക് ഈ ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ഈ കാപ്പിയുമായി ബന്ധപ്പെട്ട് തുർക്കിയിൽ ഒരുപാട് കഥകളുണ്ട്, രസകരമായ കഥകളുണ്ട്. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ പറയാം. നമ്മുടെ ടർക്കിഷ് കോഫി ടർക്കിഷ് പരമ്പരാഗതമായ വിവാഹത്തിൻ്റെ ഒരു ഭാഗമാണ്. വരനും വരൻ്റെ പാർട്ടിയും കൂടി വധുവിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ വധുവും വധുവിൻ്റെ ആൾക്കാരും കൂടി വരന് കുടിക്കാൻ കൊടുക്കുന്ന കാപ്പിയിൽ പഞ്ചസാരക്ക് പകരം ഉപ്പിട്ട് കൊടുക്കും. എന്തിനെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വരൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി വധുവും വധുവിൻ്റെ വീട്ടുകാരും കൂടി ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ പഞ്ചസാരക്ക് പകരം ഉപ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ കാപ്പി വരൻ യാതൊരു വികാര പ്രകടനവും കൂടാതെ കുടിച്ചു കഴിഞ്ഞാൽ ക്ഷമയുള്ളവനും നല്ലവനുമായിട്ടാണ് അത് കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ തുർക്കിയിലുണ്ടായിരുന്നൊരു മറ്റൊരു അന്ധവിശ്വാസമായിരുന്നു, നമ്മൾ ഈ ടർക്കിഷ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പറയാൻ പറ്റുന്നൊരു സങ്കല്പം. അതൊരു അന്ധവിശ്വാസമാണ് ഇന്ന് തുർക്കിയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മണലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഏലക്കായൊക്കെ ചേർത്തിട്ട് കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏലക്കായൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് നേരെ ഇതുപോലെ മണലിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചൂടാകാൻ കുറച്ച് ടൈം എടുക്കും. നമ്മുടെ ഈ പിച്ചള പാത്രത്തിൽ ഇതെല്ലാം മണൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കാപ്പി ഉണ്ടാക്കും വളരെ ടേസ്റ്റാണ്. നമ്മൾ തീ കത്തിക്കുന്ന പോലെ ഒന്നുമല്ല, വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൈപ്പിടിയിലെ പാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു പാത്രത്തിൻ്റെ മണലെടുത്ത് നിങ്ങളിങ്ങനെ ചൂടാക്കി നോക്കിയാൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാപ്പി കുറച്ച് കടുപ്പം കൂടിയ കാപ്പിയാണ്. അപ്പോൾ ഈ കാപ്പി നമ്മുടെ സോസറിലോട്ട് തണിയാൻ വേണ്ടി നമ്മൾ സോസറിലോട്ട് ഒഴിക്കുന്ന സമയത്ത് തറയിൽ വീഴുന്ന കുറച്ച് ഈ കാപ്പിയിലെ തുള്ളി ഉപയോഗിച്ചിട്ട് ലൈനുകൾ വരക്കും. ആ ലൈനുകൾ നോക്കിയിട്ട് നമ്മുടെ ഭാവി പറയാൻ പറ്റുന്നൊരു അന്ധവിശ്വാസം തുർക്കിയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൈരേഖയൊക്കെ പോലെ തന്നെ ആയിരിക്കും സംഭവം ഏകദേശം. നമ്മുടെ നാട്ടിൽ കയ്യും കാലും കയ്യിലിരിപ്പും നോക്കി ഭാവി പറയുന്ന പോലെ തന്നെയാണ് ഈ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭാവി പറയാൻ പറ്റുന്ന സംഭവം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കാപ്പി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിളച്ച് വന്ന ഈ ഭാഗം കോരിയെടുത്ത് നമ്മുടെ കപ്പിനകത്തോട്ട് ഒഴിക്കണം. കാപ്പി ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാപ്പി നമ്മുടെ കപ്പിനകത്തോട്ട് ഒഴിക്കാം. അങ്ങനെ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടർക്കിഷ് കോഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കപ്പിനകത്തോട്ട്
കാപ്പി ഒഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കപ്പിൽ നിന്ന് സോസറിലേക്ക് ഒഴിക്കുന്ന സമയത്തോ തറയിൽ വീഴുന്ന കാപ്പി കൊണ്ട് വരയ്ക്കുന്ന പ്രത്യേക രീതിയിൽ വരയ്ക്കുന്ന ലൈൻ നോക്കിയിട്ടാണ് നമ്മളെ ഭാവി പറയാൻ പറ്റുക എന്നൊരു സംഭവം തുർക്കിയിലുള്ളത്. അപ്പോൾ അതിന് ടാക്സിയോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി കാപ്പി കുടിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ പാത്രങ്ങളൊന്നും വേണ്ട, സ്റ്റീൽ പാത്രം ഉപയോഗിച്ച് ചെയ്താലും മതിയാവും. വളരെ ടേസ്റ്റാണ്, നിങ്ങൾ നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ വളരെ വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.